dear children, welcome to Kids Area Online. Kids Area Online-ൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. അതുപോലെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ ഒരു സെക്കൻഡ് ടൈം എക്സാമുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് സെക്കൻഡ് ടൈം എക്സാമിനായിട്ട് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നത്. സൂമിൽ ലൈവ് ക്ലാസ്സുകളായിരിക്കും. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ഇതിനു പുറമെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ ഉണ്ട്. കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. സൂമിൽ ലൈവായിട്ടാണ് ട്യൂഷൻ ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. സ്പെഷ്യൽ ക്ലാസ്സസ് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവ ബേസിക് ക്ലാസ്സസ് ആണ്. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. അപ്പോൾ ഏത് ക്ലാസ് ആണോ നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വെക്കേഷന് ഒത്തിരി ക്ലാസ്സുകൾ വരുന്നുണ്ട്. സ്പെഷ്യൽ ക്ലാസ്സസ് ഒക്കെ ഒത്തിരി വരുന്നുണ്ട്. ഓക്കെ, താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799 ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സപ്പ് നമ്പർ. ഇതിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ചലനത്തിനൊപ്പം, അലോങ് വിത്ത് മോഷൻ. ഓക്കെ, ഇതാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിൽ നിന്നും ആദ്യത്തെ ഒരു പാർട്ട് നമുക്കൊന്ന് പഠിക്കാം. അതിനുശേഷം വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ബാക്കി പഠിക്കാം. ഓക്കെ, ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്തൊരു വേഗം. എന്താ വേഗം എന്ന് നമ്മൾ പറയാറില്ലേ? എന്താ വേഗം? വേഗത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ വേഗത്തിൽ ഓടാറുണ്ട്, വേഗത്തിൽ ഫാൻ കറങ്ങത്തില്ലേ? യെസ്, വേഗത്തിൽ വണ്ടി ഓടിക്കത്തില്ലേ? വേഗത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ? എന്നാൽ നമ്മൾ താമസിക്കുന്നത് എവിടാണ്? ഭൂമിയിലാണ്. എവിടെയാ? ഭൂമി. ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുണ്ട്. ഭൂമി സ്വയം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പോ ഇത് എത്ര വേഗത്തിലാണ് കറങ്ങുന്നത് നിങ്ങൾക്കറിയാവോ? ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് മണിക്കൂറിൽ ഏകദേശം 1667 കിലോമീറ്റർ വേഗതയിലാണ്. നമ്മൾ വണ്ടിയിൽ കണ്ടിട്ടില്ലേ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പോൾ 1 കിലോമീറ്റർ പോകാൻ എത്ര സ്പീഡിൽ പോകും എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്നാൽ ഇവിടെ 1 മണിക്കൂർ. അപ്പോൾ 1 മണി മുതൽ 2 മണി വരെ, അല്ലെങ്കിൽ 5 മണി മുതൽ 6 മണി വരെ, ഇങ്ങനെ 1 മണിക്കൂറിൽ ഏകദേശം 1667 കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമി എന്ത് ചെയ്യുന്നത്? സ്വയം തിരിയുന്നത്. എർത്ത് റൊട്ടേറ്റ്സ്. റൊട്ടേറ്റ് ആണ് കേട്ടോ. എന്താ? റൊട്ടേറ്റ്. റൊട്ടേറ്റ് എന്ന് പറഞ്ഞാൽ കറങ്ങുക. ഭൂമി സ്വയം ഇങ്ങനെ കറങ്ങുക. അപ്പോൾ ഇങ്ങനെ അറിയാലോ, ഗ്ലോബ് കണ്ടിട്ടില്ല? ഗ്ലോബിൽ എന്ത് ചെയ്യുന്നു? അതിങ്ങനെ കറങ്ങിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് കറക്കാൻ പറ്റുമല്ലേ? അതുപോലെ ഇത് റൗണ്ട് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. ദ എർത്ത് റൊട്ടേറ്റ് എബൌട്ട് ഇറ്റ്സ് ആക്സിസ്. അത് ഭൂമധ്യരേഖാ പ്രദേശം ഭൂമി സ്വയം അതിൻ്റെ ആക്സിസിൽ തിരിയുകയാണ്. അതിൻ്റെ സ്പീഡ് എത്രയാ? 1667 കിലോമീറ്റർ പെർ അവർ. 166 അടുത്ത നമ്പർ 7, അല്ലെങ്കിൽ 6 1 കൂടെ കൂട്ടി എഴുതി 7. എളുപ്പത്തിൽ ഓർമ്മിക്കാൻ ടീച്ചർ പറഞ്ഞാണ് കേട്ടോ. 166 കഴിഞ്ഞാൽ 7, 2 6 ഉണ്ട്, അത് കഴിഞ്ഞ് 7. 1667 കിലോമീറ്റർ. അപ്പോൾ ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത്, സ്വയം തിരിയുന്നത് മണിക്കൂറിൽ എത്ര കിലോമീറ്ററാ? 1667 കിലോമീറ്റർ. ഇനി ഭൂമി സൂര്യനെ ചുറ്റുന്നല്ലോ. ഭൂമി സൂര്യനെ ചുറ്റുന്നത് അറിയാലോ. ഭൂമി സ്വയവും കറങ്ങും, സൂര്യനെയും ചുറ്റും. അതിന് റിവോൾവ് എന്നാ പറയാ. എന്താ പറയാ? റിവോൾവ്. ആദ്യം നമ്മൾ പറഞ്ഞത് റൊട്ടേറ്റ്, രണ്ടാമത് റിവോൾവ്. റിവോൾവ് എന്ന് പറഞ്ഞാൽ സൂര്യനെ ചുറ്റും കേട്ടോ. തിരിയുന്നതും ചുറ്റുന്നതും. ഭൂമി സ്വയം തിരിയുന്നതാണ് ഇവിടെ നമ്മൾ ആദ്യം പഠിച്ചത്. മണിക്കൂറിൽ 1667 കിലോമീറ്റർ. ഇനി ചുറ്റുന്നു ആരെ? സൂര്യനെ. മണിക്കൂർ എത്ര കിലോമീറ്റർ എന്ന് അറിയാവോ? 1,06,000. എത്രയാണ്? നോക്കി, എത്രയാ? 1,06,000 കിലോമീറ്റർ. Revolves around the sun with a speed of 1,06,000. 1,06,000 കിലോമീറ്റർ. 1,06,000 കിലോമീറ്റർ. 1,06,000 കിലോമീറ്റർ വേഗത്തിലാണ് സൂര്യനെ ചുറ്റുന്നത്.
നാം അറിയുന്നുണ്ടോ? നമ്മൾ ഈ ഭൂമിയിൽ ഇരിക്കുകയില്ലേ? അപ്പൊ നാമും എന്ത് ചെയ്യാ? നമ്മൾ എന്ത് ചെയ്യാണ്? ഭൂമിയോടൊപ്പം എത്ര വേഗത്തിലാണ് കറങ്ങുന്നേ? പക്ഷെ നമുക്കത് അറിയാൻ കഴിയുന്നുണ്ടോ? നമ്മൾ കറങ്ങുന്നത് അറിയാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു. റൊട്ടേറ്റ്, റിവോൾവ്. തിരിയുന്നു, ചുറ്റുന്നു. ഭൂമി സ്വയം തിരിയുന്നത് 1667 കിലോമീറ്റർ പെർ അവർ. ഒരു മണിക്കൂറിൽ 1667, 1667 കിലോമീറ്റർ. ഇനി സൂര്യനെ ചുറ്റുന്നതോ 1,06,000, 1,06,000 കിലോമീറ്റർ ആണ് ഒരു മണിക്കൂറിൽ. ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലായല്ലോ. ഇനി ഇത് ടീച്ചർ പറയണോ? പറയണ്ടല്ലോ. ക്ലിയർ അല്ലേ? ഇവിടെ നമ്മൾ ഒന്ന് പഠിച്ചു 1667 കിലോമീറ്റർ, 1,06,000 കിലോമീറ്റർ. ഇത് ഭൂമി സ്വയം തിരിയുന്നതാണ് 1667 കിലോമീറ്റർ. സൂര്യനെ ചുറ്റുന്നതാണ് 1,06,000. എർത്ത് റൊട്ടേറ്റും റിവോൾവ് അറൌണ്ട് ദ സണ്ണും. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യുന്നത് 1667 കിലോമീറ്റർ. ഇനി റിവോൾവ് ചെയ്യുന്നത് എന്താണ്? 1,06,000 കിലോമീറ്റർ പെർ അവർ ആണ്. ഒരു മണിക്കൂറിലാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? ഇനി ഇത് പറയണ്ടല്ലോ. ക്ലിയർ ആണല്ലോ? എപ്പോ ചോദിച്ചാലും എഴുതുമല്ലോ. എക്സാം ക്ലിയർ അല്ലേ? യെസ്. അടുത്ത് പോകാം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫോഴ്സ് ആൻഡ് മോഷൻ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബലം, മോഷൻ ചലനം. അപ്പോൾ നമ്മൾ ബലം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു സാധനം ചലിക്കും. ബലം കൊടുക്കുമ്പോഴല്ലേ ചലിക്കത്തുള്ളൂ? നമുക്ക് നോക്കാം. നിശ്ചല അവസ്ഥയിലുള്ള വസ്തുക്കൾ, അനങ്ങാതിരിക്കുന്ന ഒരു ചെയർ അല്ലെങ്കിൽ ടേബിൾ, ബലം പ്രയോഗിച്ച് എന്ത് ചെയ്യാം? നമുക്ക് അങ്ങോട്ട് നീക്കാം, ഇങ്ങോട്ട് നീക്കാം, മുന്നിലോട്ട് നീക്കാം, ബാക്കിലോട്ട് നീക്കാം. ചെയ്തൂടെ? നിശ്ചലമായിട്ടിരിക്കുന്ന ഒരു ചെയർ, നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ ചെയർ നിങ്ങളുടെ അടുത്ത് വരുമോ? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ചെയർ എടുത്ത് നിങ്ങൾ ഇരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇട്ടിട്ട് ഇരിക്കണം. ആണല്ലോ? ചെയർ നിങ്ങളുടെ അടുത്ത് വരത്തില്ലല്ലോ. നിശ്ചലാവസ്ഥയല്ലേ? നിങ്ങൾ പഠിക്കുവാണ്, ടേബിൾ നിങ്ങളുടെ മുന്നിൽ വന്ന് പഠിക്കൂ, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കാം എന്ന് പറയോ? ഇല്ല. എന്ത് ചെയ്യും? നമ്മൾ ബലം പ്രയോഗിച്ച് നമ്മളുടെ അടുത്തേക്ക് ആക്കും. ഇനി ടേബിളിന് മുന്നിൽ നിങ്ങൾ ചെയറിട്ടിരിക്കുകയാണ്. ടേബിളും ചെയറും കറക്റ്റ് പൊസിഷനിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ടേബിളിനെ മുന്നിലോട്ട് വലിക്കും, ചെയറിനെയും മുന്നിലോട്ട് വലിക്കും. വലിച്ചെന്ത് ചെയ്യും? കറക്റ്റ് പൊസിഷനിൽ നിങ്ങൾ ഇരിക്കും. അപ്പോൾ ബലം കൊടുക്കുമ്പോഴാണ് ഒരു വസ്തു എന്ത് ചെയ്യുന്നത്? ചലിക്കുന്നത്. അപ്പോൾ ഫോഴ്സ് കൊടുക്കണം, ബലം കൊടുക്കണം. എന്നാൽ എന്ത് ചെയ്യും? മോഷൻ ഉണ്ടാവും, ചലനം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബലപ്രയോഗത്തിലൂടെ സാധിക്കും. ഒരു ബോൾ ഇതാ ചലിച്ചു വരുന്നു. എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം, പിടിച്ചു നിർത്താം. നിർത്താൻ പറ്റില്ലേ? ഒരു സൈക്കിൾ ദാ ഇങ്ങനെ വരികയാണ്, പിടിച്ചു നിർത്താൻ പറ്റത്തില്ലേ? അപ്പോൾ ചലിക്കുന്ന വസ്തുവിനെ നിർത്താനും കഴിയും, ചലിക്കാത്ത വസ്തുവിനെ ചലിപ്പിക്കാനും കഴിയും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ബലം ഉപയോഗിച്ച് ചലനത്തിന്റെ വേഗം കൂട്ടാനും പറ്റും, കുറയ്ക്കാനും പറ്റും. അതിൻ്റെ ദിശ വലത്തോട്ട് വരുന്നതിനെ ഇടത്തോട്ട് മാറ്റിയിടാം. അപ്പോൾ ദിശയും നമുക്ക് മാറ്റാം, ചലനവേഗം കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ബലം, ചലനം, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ബലം, ചലനം. അപ്പോൾ വി അപ്ലൈ ഫോഴ്സ്. നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ, ബലം കൊടുക്കുമ്പോൾ ചേഞ്ച് ദ ഡയറക്ഷൻ. ഒരു കാര്യം എന്താണ്? അതിൻ്റെ ദിശ മാറ്റാം. ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ചലനത്തിൻ്റെ ദിശ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ ബലം പ്രയോഗിക്കുമ്പോൾ, ബലം പ്രയോഗിച്ചാൽ ചലനത്തെ എന്ത് ചെയ്യാം? ചലിപ്പിക്കുകയും ചെയ്യാം, ചലിപ്പിക്കുന്നതിനെ നിർത്തുകയും ചെയ്യാം. അപ്പോൾ ചലനത്തിൻ്റെ ദിശ നമുക്ക് എന്ത് ചെയ്യാം? ബലം പ്രയോഗിച്ച് മാറ്റാം, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം. മറ്റൊന്നാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഫോഴ്സ് ഉപയോഗിച്ച് നമുക്ക് വേറെ എന്ത് ചെയ്യാൻ കഴിയും? ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ സ്പീഡ് ഓഫ് മോഷൻ. വേഗം എന്ത് ചെയ്യാൻ പറ്റും? ചലനവേഗം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ബലം പ്രയോഗിച്ച് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ചലനത്തിൻ്റെ ദിശ നമുക്ക് മാറ്റാം. ചലനത്തിൻ്റെ ദിശ മാറ്റാം, ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഒന്നാമത്തെ കാര്യം, നമുക്ക് ചലനത്തിൻ്റെ ദിശ മാറ്റാം, ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. രണ്ടാമത് എന്താണ്? ചലനവേഗം കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം, ഇൻക്രീസ് ഓഫ് ഡിക്രീസ് ദ സ്പീഡ് ഓഫ് മോഷൻ. അപ്പോൾ ബലവും ചലനവും തമ്മിലുള്ള ബന്ധം മനസ്സിലായോ? അപ്പോൾ ബലവും ചലനവും തമ്മിലുള്ള ബന്ധം എന്താണ്? ബലം പ്രയോഗിച്ച് നമുക്ക് ചലിക്കുന്ന ഒരു വസ്തുവിൻ്റെ ദിശ മാറ്റാം. ആ സാധനത്തിൻ്റെ ചലനവേഗം കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. ഇത് രണ്ടിനും ബലം പ്രയോഗിക്കണം. ബലം പ്രയോഗിച്ച് നമുക്ക് ചലനത്തിനെ എങ്ങനെ നിയന്ത്രിക്കാം? ദിശ മാറ്റാം, ചലനവേഗം കൂട്ടാം, ചലനവേഗം കുറയ്ക്കാം. ഓക്കെ,
നമുക്ക് ഫോഴ്സ് ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാം? ഫോഴ്സ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. മോഷന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ സ്പീഡ് ഓഫ് മോഷൻ ഡിക്രീസും ചെയ്യാം, ഇൻക്രീസും ചെയ്യാം. ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ സ്പീഡ് ഓഫ് മോഷൻ. അപ്പം ഇത്രയും ഇതിൽ നിന്ന് 3 കാര്യങ്ങൾ. ചലനത്തിൻ്റെ ദിശ മാറ്റാം. 2 ചലനവേഗം കൂട്ടാം. 3 ചലനവേഗം കുറയ്ക്കാം. ഇത് 3മാണ് ബലവും ചലനവും തമ്മിലുള്ള ബന്ധം. ഫോഴ്സ് ആൻഡ് മോഷൻ. ഓക്കെ, ഇതും ക്ലിയർ ആയല്ലോ? ക്ലിയർ? യെസ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്വസ്റ്റ്യൻ ഉറപ്പാണ്, കഴിഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്? ഒരു വസ്തു ചലിക്കുകയാണ്. അത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ചലിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കുകയാണ്. സ്കെയിലിൻ്റെ അടുത്തൂടെ നേരെ സ്ട്രെയിറ്റ് അല്ലേ വരയ്ക്കത്തുള്ളൂ. അതിന് നേർരേഖ എന്ന് പറയും. നേർരേഖ ഒരു വരയായിട്ട്, നേരെയുള്ള ഒരു വരയായിട്ട്. അത് വളയത്തില്ല. നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സ്കെയിൽ ഇല്ലാതെ ഒന്ന് വരച്ചു നോക്കി. നിങ്ങളെ കൊണ്ട് എത്ര പേർക്ക് കറക്റ്റ് നേർരേഖ വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ, പെൻസിൽ ഉപയോഗിച്ചിട്ട്. ചിലർക്ക് കഴിയും. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട്, ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട്. എങ്ങനെ മാറത്തില്ലേ? എന്നാൽ സ്കെയിൽ യൂസ് ചെയ്താലോ കറക്റ്റ് മുകളിൽ നിന്ന് താഴേക്ക് ഒറ്റ ലൈൻ. അതുപോലെ ആ നേർരേഖയിലൂടെയുള്ള ചലനത്തെ നമ്മൾ എന്ത് പറയുമെന്നറിയാവോ? ലീനിയർ മോഷൻ, നേർരേഖാ ചലനം. ഇവിടെ കണ്ടോ, സ്കെയിൽ വെച്ച് നമ്മൾ നേർരേഖ ഒറ്റ വര വരയ്ക്കുകയാണ്. കണ്ടോ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? നമ്മൾ സ്കെയിൽ ഉപയോഗിക്കുന്നു. സ്കെയിലിൻ്റെ അരികത്തൂടെ സ്കെയിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ. അതിനെയാണ് നേർരേഖ, ഒറ്റ ലൈൻ. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകത്തില്ല, ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഒന്നും അനങ്ങത്തില്ല. നേർരേഖ ഒറ്റ വരയായിട്ട് വരും. ആ ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനം നേർരേഖ ചലനം. ഇതിന് ഒത്തിരി എക്സാമ്പിൾ ടീച്ചർ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൽ നിന്ന് എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ചലനം എന്ന് എഴുതാൻ ചോദിക്കും. അപ്പോൾ സ്കെയിൽ നിങ്ങൾ ഓർമ്മിക്കുക. സ്കെയിലിൻ്റെ അടുത്തൂടെ വരയ്ക്കുമ്പോൾ നേർരേഖ ഒറ്റ വര, സിംഗിൾ ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ. അതെന്താണ്? ലീനിയർ മോഷൻ. ഇപ്പോൾ ലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ ദ മോഷൻ ഓഫ് എ ബോഡി. ഒരു വസ്തു ചലിക്കുകയാണ്. എ സ്ട്രെയിറ്റ് ലൈൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, ഒറ്റ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട്. അതെന്താ? ഈസ് ലീനിയർ മോഷൻ. ദ മോഷൻ ഓഫ് എ ബോഡി അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് ലീനിയർ മോഷൻ. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അത് ലീനിയർ മോഷൻ. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലുള്ള ചലനമാണ് നേർരേഖ ചലനം, ലീനിയർ മോഷൻ. ഇനിയോ, ഒരു അറ്റം എവിടെയെങ്കിലും സ്ട്രോങ് ആയിട്ട് നിൽക്കും, മറ്റുള്ളത് ഇങ്ങനെ കറങ്ങും. ഓക്കെ, അതിനെയാണ് പറയുന്നത് ഭ്രമണം, റൊട്ടേഷൻ. ഭൂമിയുടെ കാര്യം നമ്മൾ ആദ്യം പഠിച്ചു. ഭൂമി സ്വയം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. സ്വയം കറങ്ങും. അത് എവിടെയെങ്കിലും ഒരു പോയിന്റ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് മറ്റത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതാണ് എന്താ? ഭ്രമണം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം. ദ മൂവ്മെന്റ് ഓഫ് എ ബോഡി അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് ഈസ് റൊട്ടേഷൻ. റൊട്ടേറ്റ് ചെയ്യുക, തിരിയുക. അപ്പോൾ ഭ്രമണം എന്ന് പറഞ്ഞാൽ എന്താ? ദ മൂവ്മെന്റ് ഓഫ് എ ബോഡി. എല്ലാം മോഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ് ആയിട്ടുള്ള ഒരു ബോഡിയുടെ മോഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ് ആണ് ഒരു വസ്തുവിന്റെ ചലനം. അപ്പോൾ ദ മൂവ്മെന്റ് ഓഫ് എ ബോഡി അബൌട്ട് ഇറ്റ് ഓൺ ആക്സിസ്, ഇറ്റ്സ് ഓൺ ആക്സിസ്, സ്വന്തം അക്ഷം. എവിടെയെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവും. അതിനെ വെച്ചിട്ട് എന്ത് ചെയ്യും? അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതാണ് ഭ്രമണം. ഇനി വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം, സർക്കുലർ മോഷൻ. അതിങ്ങനെ വൃത്തം, എപ്പോഴും അതിൻ്റെ ഒരു സൈഡ് വൃത്തത്തിൽ ഒരു വൃത്തമായിട്ട് തന്നെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതാണ് സർക്കുലർ മോഷൻ, വർത്തുള ചലനം. വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള ചലനം. ഇവിടെ സ്ട്രെയിറ്റ് ലൈനായിട്ട്, ഇവിടെ വൃത്തമായിട്ട്, ഇത് സ്വയം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതാണ് ഭ്രമണം, റൊട്ടേഷൻ. സർക്കുലർ മോഷൻ, ലീനിയർ മോഷൻ. ദ മോഷൻ അലോങ് എ സർക്കുലർ പാത്ത് ഈസ് സർക്കുലർ മോഷൻ. സർക്കുലർ പാത്ത് ആണെങ്കിൽ, വൃത്തമായിട്ടുള്ള വഴിയാണെങ്കിൽ, പാത്താണെങ്കിൽ, എന്താ പാതയാണെങ്കിൽ സർക്കുലർ മോഷൻ. ഇവിടെ നോക്കിയേ, ഷാർപ്നർ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുകയാണ്. പെൻസിൽ ഇങ്ങനെ സ്വയം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പെൻസിലിനകത്തൊരു ഗ്രാഫൈറ്റ് ഉണ്ട്, അറിയാലോ, നിബ് വരുന്നത്. ഗ്രാഫൈറ്റ് എന്ത് ചെയ്യാണ്? ഈ പെൻസിലിൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ കറങ്ങുകയാണ്, സ്വയം കറങ്ങുകയാണ്. ഓക്കെ, ഇവിടെ നോക്കിയേ, നമ്മുടെ ഷാർപ്നർ നമ്മൾ അനക്കാതെ ഇങ്ങനെ വച്ചിട്ടുണ്ട്, അതിങ്ങനെ സ്വയം കറങ്ങുകയാണ്. അതാണ് ഭ്രമണം. ഇതെന്താണ്? വർത്തുള ചലനം. വർത്തുള ചലനമാണ് ഇവിടെ കാണുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ കോമ്പസ് ഒരു സൈഡ് ഇങ്ങനെ കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. മിഡിൽ എന്ത് ചെയ്തിരിക്കുന്നു? പോയിന്റ് ചെയ്തിരിക്കുന്നു.
മറ്റു ഭാഗം സർക്കുലറായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് സർക്കുലർ മോഷൻ, വർത്തുള ചലനം. ഈ 3 എക്സാമ്പിൾ മനസ്സിലായല്ലോ? 3 എക്സാമ്പിൾ മനസ്സിലായോ? ഒന്നാമത്തേത് എന്താ? ഇതെന്താണ്? പെൻസിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ അത് ഭ്രമണചലനം. അതായത് എന്താ? റൊട്ടേഷൻ, ഭ്രമണചലനം, റൊട്ടേഷൻ. ഇതെന്താണ്? കോമ്പസ് ഇങ്ങനെ നമ്മൾ എത്ര വരച്ചാലും ഇതിങ്ങനെ ഒരേ പാതയിലൂടെ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മളിതിങ്ങനെ കറക്കി ഇങ്ങോട്ട് വന്നു, കറക്കി ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. എപ്പോഴും ഒരേ പാതയിലൂടെ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഒരു സ്ഥലം ഉറപ്പിച്ച് നിർത്തും, മറ്റേ സ്ഥലം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതാണ് സർക്കുലർ മോഷൻ, വർത്തുള ചലനം. ഇവിടെയാണെങ്കിലോ സ്ട്രെയിറ്റ് ലൈൻ, നേർരേഖ, നേർരേഖ ചലനം, ലീനിയർ മോഷൻ. ഇപ്പൊ ഇത് 3 മനസ്സിലായോ? ഇത് റൊട്ടേഷൻ, ഇത് സർക്കുലർ മോഷൻ, ഇത് ലീനിയർ മോഷൻ. ഇത് ഭ്രമണം, വർത്തുള ചലനം, നേർരേഖാ ചലനം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ? കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ ഒരു കുട്ടി കയറിൽ കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ വട്ടത്തിൽ കറക്കുകയാണ്. ഇപ്പൊ കുട്ടി കയറിൽ പിടിച്ചിട്ടുണ്ട്. കയറും കല്ലുമാണ് എന്ത് ചെയ്യുന്നത്? ഒരേ ഇതിലൂടെ കറങ്ങുകയാണ്, ഒരേ റൗണ്ടായിട്ട് ഇങ്ങനെ ഒരേ റൗണ്ടായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന് ഏത് ചലനമായിരിക്കും? ഏത് ചലനത്തിലാണ് വരിക? പറഞ്ഞേ. കയറിൽ കെട്ടിയ കല്ലിനെ വട്ടത്തിൽ ചുഴറ്റുമ്പോൾ കല്ല് എങ്ങനെ പോകും? കല്ല് ഒരേ വൃത്തത്തിലൂടെ, ഒരേ പാതയിലൂടെ വൃത്തത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതിനെന്താ പറയുക? സ്വിർലിംഗ് എ സ്റ്റോൺ ടൈ ടു എ റോപ്പ്. റോപ്പ് എന്ന് പറഞ്ഞാൽ ചരട്. കയറിൽ ഒരു സ്റ്റോൺ ടൈ ചെയ്തിട്ട് കെട്ടിയിട്ട് ഇങ്ങനെ സ്വിർലിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറക്കുകയാണ്. അപ്പൊ കല്ലെങ്ങനെയാ? വൃത്തത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ വൃത്തത്തിൽ കറങ്ങിയാണെങ്കിൽ അത് എന്താണ് പറയാ? വർത്തുള ചലനം. അതിനെന്താ പറയാ? സർക്കുലർ മോഷൻ. സർക്കിൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സർക്കിൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതുകൊണ്ട് സർക്കുലർ മോഷൻ, വർത്തുള ചലനം. ഇതെന്താണ്? സർക്കുലർ മോഷൻ, വർത്തുള ചലനം. ഇവിടെ നോക്കി, പമ്പരം കറങ്ങിയാണ്. പമ്പരം പമ്പരം കറങ്ങുന്നത് എങ്ങനെയാ? സ്വന്തം ആക്സിസ് തറയിൽ കുത്തിയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിങ്ങനെ കറങ്ങുകയാണ്. ഒരു പോയിന്റ് അവിടെ വച്ചിട്ടുണ്ട്. അത് വച്ചിട്ട് എന്ത് ചെയ്യാണ്? സ്വയം കറങ്ങുകയാണ്. സ്വയം തിരിയുന്നതാണ് എപ്പോഴും എന്താ? ഭ്രമണം. ഭ്രമണചലനം എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ. ഭ്രമണം, റൊട്ടേഷൻ. അതെന്ത് ചെയ്യുന്നു? കറങ്ങിക്കൊണ്ടേയിരിക്കണം. സ്വയം അതിങ്ങനെ സ്വന്തം ആക്സിസിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, സ്വയം തിരിയുന്നു. അപ്പോൾ ഇതെന്താ? ഭ്രമണം, റൊട്ടേഷൻ, ഭ്രമണചലനം. ഇനി മൂന്നാമത് നോക്കാം. ഒരു മാങ്ങ എന്ത് ചെയ്യുന്നു? ഞെട്ടറ്റ് താഴേക്ക് വീഴുന്നു. എ റൈപ്പ് മാംഗോ ഫോളിംഗ് ഡൗൺ. ഒരു പഴുത്ത മാങ്ങ എന്ത് ചെയ്യുന്നു? മാമ്പഴം എന്ത് ചെയ്യുന്നു? മുകളിൽ നിന്ന് താഴേക്ക് വരുന്നു. അത് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മുകളിലോട്ടോ താഴോട്ടോ ചാടിക്കളിക്കോ? ഇല്ല. എന്ത് ചെയ്യും? ഞെട്ടറ്റോ ടക്ക്, ഒറ്റ വരിയിൽ കൂടെ ഇങ്ങ് താഴെ വീഴും. ലെഫ്റ്റിലോട്ടും പോകത്തില്ല. ഈ ഇലയാണെങ്കിൽ എന്ത് ചെയ്യും? ഇല ഇങ്ങനെ ആടി ആടി ലെഫ്റ്റിൽ റൈറ്റിലൊക്കെ പോയി വരും. എന്നാൽ ഒരു വെയിറ്റ് ഉള്ള സാധനമാണെങ്കിലോ മുകളിൽ നിന്ന് താഴേക്ക് ഒരു ലൈനിൽ കൂടെ ഇങ്ങ് താഴേക്ക് വരും. അപ്പോൾ മാമ്പഴം ഞെട്ടറ്റ് വീഴുന്നു. എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ. വരുന്നത് എന്താ? ലീനിയർ മോഷൻ, നേർരേഖ ചലനം. ലീനിയർ മോഷൻ, നേർരേഖ ചലനം. സംശയമുണ്ടോ? സംശയമുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കിയേ, വാഹനങ്ങളുടെ ചക്രം. ചക്രം എന്ത് ചെയ്യും? ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ആണല്ലോ. അതിൻ്റെ വാഹനങ്ങളുടെ ചക്രം നോക്കി കറങ്ങുന്നത്. അപ്പോൾ അത് ഏതാ വരിക? വാഹനങ്ങളുടെ ചക്രം എന്തിലാ വരിക? വാഹനങ്ങളുടെ ചക്രം എന്ത് വരും? സ്വയം കറങ്ങിയില്ലേ? സ്വയം കറങ്ങുന്നതിന് എന്താ പറയാ? ഭ്രമണം. എന്താ പറയാ? ഭ്രമണം. സൈക്കിളിന്റെ ആക്സിലും ഇങ്ങനെ വീലിന്റെ ആക്സിലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതുപോലെ നമ്മുടെ വാഹനങ്ങളുടെ ചക്രം, വാഹനങ്ങളുടെ ചക്രത്തിലെ ആക്സിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ സ്വയം കറങ്ങിയാണ്. അതിനെന്താ പറയാ? എന്താ പറയാ? ഇങ്ങനെ സ്വയം കറങ്ങിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കും. സ്വയം കറങ്ങുകയാണെങ്കിൽ ഭ്രമണം, അതായത് റൊട്ടേഷൻ. ലിഫ്റ്റ് എന്താ? ലിഫ്റ്റ് മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു. ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ പോകുന്നുണ്ടോ? അപ്പുറത്തെ സ്റ്റെപ്പിൽ പോയി ഒരാൾ ഇറക്കിയിട്ട് തിരിച്ചു വന്ന് നിൽക്കാറുണ്ടോ? അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്ന് സ്വന്തം സ്ഥലത്ത് നിൽക്കാറുണ്ടോ? ഇല്ല. വൃത്തത്തിലൊക്കെ ഒന്ന് തലക്കുത്തിനെയൊക്കെ കറങ്ങാറുണ്ടോ? ഇല്ല. മുകളിലേക്ക് പോവുക, താഴേക്ക് വരിക, മുകളിലേക്ക് താഴേക്ക്, മുകളിലേക്ക് താഴേക്ക്. നേർരേഖ, ലീനിയർ മോഷൻ. ഓക്കെ.
ഇവിടെ നോക്കിയേ ടോയ് ട്രെയിൻ എന്താ ചെയ്യാം? നമ്മുടെ സാധാരണ ട്രെയിൻ പോലെയാണോ? ഇല്ല. കീ കൊടുത്ത് വിട്ടാൽ വൃത്തപാതയിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകത്തില്ല. അത് എവിടെ കൂടെയാണോ പോകുന്നത് അതിൽ കൂടെ എന്ത് ചെയ്യും? എപ്പോഴും ഇങ്ങനെ റൗണ്ട് 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 റൗണ്ട്. അതെന്താ പറയാ? വൃത്തത്തിൽ കറങ്ങുന്നതിന് എന്താ പറയാ? വർത്തുള ചലനം, സർക്കുലാർ മോഷൻ, വർത്തുള ചലനം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നേർരേഖ ചലനത്തിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞാൽ എന്തൊക്കെ പറയാം? പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് വരയ്ക്കുന്നത്. ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം പഠിച്ചു. ലിഫ്റ്റ് പഠിച്ചു. വെടിയുണ്ട എന്ന് തോക്കുപയോഗിച്ച് വെടിവെച്ച് കഴിഞ്ഞാൽ അത് ഉന്നം വെച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ പോവും. അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ ഒരാൾ ഉന്നമില്ലാത്ത ആൾ എന്ത് ചെയ്യും? ഉന്നമില്ലാത്ത ആൾ വെടിവെച്ചാലും സ്ട്രെയിറ്റ് ആയിട്ടേ പോകത്തുള്ളൂ കേട്ടോ. ലക്ഷ്യം മാറിപ്പോകുന്നു മാത്രമേ ഉള്ളൂ. വെടിയുണ്ടയുടെ ചലനം സ്ട്രെയിറ്റ് ആണ്. പിന്നെ അമ്പും വില്ലും കണ്ടുണ്ടല്ലോ. അമ്പ് എയ്ത് വിട്ടാൽ സ്ട്രെയിറ്റ് ലൈൻ പോവും. കിണറ്റിൽ നിന്ന് വെള്ളം കോരുകയാണ്. കിണറ്റിൽ നിന്ന് വെള്ളം കോരിയാൽ ബക്കറ്റ് എങ്ങനെയാ വരിക? സ്ട്രെയിറ്റ് ആയിട്ടാണ് വരിക, സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ ആ കയറ് സ്ട്രെയിറ്റ് ആയിരിക്കും. അതെല്ലാം നേർരേഖ ചലനം വരും. ഇനി വർത്തുള്ള ചലനം ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു? കോമ്പസ് ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്നത്. നോക്കി, ഈ പെൺകുട്ടി കല്ല് ഉപയോഗിച്ച് ഇങ്ങനെ കറക്കുന്നത്, ടോയ് ട്രെയിൻ ഇങ്ങനെ കറങ്ങുന്നത്, കളിത്തീവണ്ടി. പിന്നെ മെറിഗോ റൗണ്ട് കണ്ടുണ്ടോ? പാർക്കിൽ മെറിഗോ റൗണ്ട്, അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. പിന്നെ ക്ലോക്കിൽ സൂചിയുടെ അഗ്രഭാഗം എന്താ? നടുക്ക് പോയിന്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതും വർത്തുള ചലനമാണ്. വേറെ എന്താ നമുക്ക് പറയാൻ പറ്റും? അടുത്ത് വരുന്നത് ഭ്രമണം, റൊട്ടേറ്റ്. സ്വയം റൊട്ടേറ്റ് ചെയ്യുന്നത് ഷാർപ്പർ ഉപയോഗിച്ച് പെൻസിൽ കൂർപ്പിക്കുന്നു, പമ്പരം കറങ്ങുന്നു. ഫാനിന്റെ മിഡിൽ കണ്ടിട്ടില്ലേ? അത് സ്വയം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഫാൻ്റെ നമ്മുടെ അതിൻ്റെ ലീഫ് കറങ്ങുമ്പോൾ എന്ത് ചെയ്യും? സ്വയം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. പിന്നെ ചക്രങ്ങളുടെ ആക്സിൽ എന്ത് ചെയ്യും? സ്വയം കറങ്ങിക്കൊണ്ടിരിക്കും. ഭൂമിയുടെ ഭ്രമണം, ഇതെല്ലാം സ്വന്തം ആക്സിസിൽ നിന്നോട് സ്വന്തം ആക്സിസിൽ നിന്ന് ഇങ്ങനെ കറങ്ങുകയാണ്. പിന്നെ മോട്ടോർ എല്ലാം ഭ്രമണമാണ്. പിന്നെ മില്ലിലെ ചക്രങ്ങൾ, ഇതെല്ലാം ഭ്രമണമാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ വീൽ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് സ്വയം കറങ്ങുന്നതെല്ലാം റൊട്ടേറ്റ്, ഭ്രമണ ചലനമാണ്. അപ്പോൾ 3 ചലനവും എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഏതൊക്കെ പഠിച്ചു? നേർരേഖ ചലനം പഠിച്ചു, നേരെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരുന്നത്. ഭ്രമണം, റൊട്ടേറ്റ്, സ്വയം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്, ഒരു ആക്സിസ് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. മൂന്നാമത് എന്ത് പഠിച്ചു? സർക്കുലാർ മോഷൻ, വർത്തുള ചലനം. വൃത്തത്തിൽ ഒരു പാതയിലൂടെ ഇങ്ങനെ സർക്കിൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, വൃത്തത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, അത് വർത്തുള ചലനം. അപ്പോൾ എല്ലാവർക്കും നല്ലതുപോലെ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.